സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യാഭിഹിന്ദ്രാദിമൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും പൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാ അതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും ഈ ലോക നന്മകളും ആയുസ്സും ആരോഗ്യവും ഈശ്വരകൃപ എല്ലാവർക്കും പരമാത്മാവിൽ നിന്ന് ലഭിക്കണം. ആത്മസുഖം അനുഭവിക്കണം. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. കമൻസ് തന്ന എല്ലാ മക്കളും അല്ലാതെ ഒരുപാട് മക്കളുണ്ട്, എല്ലാവരെയും പരമാത്മാവിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. രുക്മിണി മോഹൻ, വിജി ബിജു, സൗമ്യ അനിൽകുമാർ, പ്രസന്ന, ഗീതാ നായർ, ജഗദമ്മ, ജയ അനിൽ, നിർമ്മല രമേഷ്, രാധാ ശിവാനന്ദൻ, നിർമ്മല പവിത്രൻ, താര മനോജ്, സിന്ധു, ശ്രീല, ഇത്രയും മക്കളുടെ കമൻസുകൾ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ഞാൻ പരമാത്മാവിൽ അർപ്പിക്കും. അപ്പോഴപ്പോഴേ ഞാൻ എടുക്കുമ്പോഴൊക്കെ തന്നെ ഭഗവാനോട് പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടി എല്ലാവർക്കും ലോകാസമസ്ത എന്ന് പറഞ്ഞാൽ അവിടെ ഇന്നായിരുന്നില്ല മക്കളെ, എല്ലാവരും ഈശ്വരൻ്റെ പൈതങ്ങളാ. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. നമുക്ക് നാമം ചൊല്ലിയിട്ട് ഭാഗവതം വായിക്കാം. ഓം നമോ നാരായണായ. 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 അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. 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 ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകയറ്റിയിടേണേ തിരുവൈക്കം വാഴും ശിവശംഭു. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ
നരകത്തിൽ നിന്നും കരകയറ്റിയിടേണി തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ തിരുവൈക്കം വാഴും ശിവശംഭോ. മരണകാലത്ത് ഭയത്തെ ചിന്തിച്ചാൽ മതിമറന്നു പോം മനമെല്ലാം. മനതാരിൽ വന്നു വിളയാടിയിടേണി തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവ ശിവ ഒന്നും പറയാവതല്ലേ മഹാമായ തൻ്റെ പ്രകൃതികൾ. മഹാമായ നീ കേട്ടരുളണീ നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ തിരുവൈക്കം വാഴും ശിവശംഭോ. വലിയൊരു കാട്ടിൽ അകപ്പെട്ടേൻ ഞാനും വഴിയും കാണാതെ ഉഴലുമ്പോൾ. വഴിയിൽ നീർവഴി അരുളണീ നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ തിരുവൈക്കം വാഴും ശിവശംഭോ. എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ തിരുവൈക്കം വാഴും ശിവശംഭോ. മക്കളെ, നമ്മൾ ധനുർഭംഗമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗവതം. ധനു എന്നുവെച്ചാൽ വില്ല്, ധനുസ്. അതിന് ഭംഗം. അവരുടെ ധനുർയാഗം നടത്താനാണല്ലോ, ആഘോഷത്തിനാണല്ലോ, ഉത്സവത്തിനാണല്ലോ കുഞ്ഞുങ്ങളെ വിളിച്ചത്, കൃഷ്ണനെയും രാമനെയൊക്കെ. പക്ഷേ ഭഗവാൻ അവിടെ ചെന്നപ്പോൾ എന്ത് വന്നു? ധനുസ്സെടുത്തങ്ങ് ഓടിച്ചു. പെട്ടെന്ന് ആർത്തി വിനാശനാണ്. സർവർക്കും ആർത്തിയെ നശിപ്പിക്കുന്ന പരമാത്മാവാണ്. പക്ഷേ ഭഗവാന് വില്ല് കണ്ടപ്പോൾ ആർത്തി ഉണ്ടായി. സർവ്വ ആർത്തിയെ നശിപ്പിക്കുന്ന ഭഗവാന് കംസന്റെ വില്ല് കണ്ടപ്പോൾ ഭഗവാൻ എടുത്തങ്ങ് ഓടിച്ചു. പെട്ടെന്ന് കളി പോലെ ലീല, ഭഗവാന്റെ ലീലയായിട്ട് ചെന്ന് ആർക്കും തോന്നത്തില്ല. ആ ഒരു കുട്ടി അകത്ത് കയറി വില്ലെന്ന് നോക്കി, ഇത്രയേ ഉള്ളൂ. ലീല, ഒരു കളി പോലെ. പക്ഷേ ഭഗവാന്റെ ഉള്ളത്തിൽ ആരായിരിക്കുക? പരമാത്മാവ് കൃഷ്ണന്റെ ഉള്ളിൽ ഇരിക്കുകയല്ലേ. അപ്പോൾ എടുത്ത് ഓടിക്കാൻ തന്നെയാണ് ചെന്നതെന്ന് ഈ കാണികൾ അറിയുന്നില്ല. അവിടെ കാവൽക്കാരുണ്ട്. അവർ വിചാരിച്ചു ഒരു കുഞ്ഞങ്ങോട്ട് കയറി പോയി, അതിപ്പോൾ വില്ലെടുത്ത് അങ്ങനെ ഓടിക്കാനൊന്നും പറ്റുന്നതാണോ? അതൊന്നും തൊട്ടൊക്കെ നോക്കിക്കാണും എന്ന് കരുതി. പക്ഷേ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ഭയന്ന്. കംസനും സൗണ്ട് കേട്ട് ഭയന്നു. അപ്പോൾ എന്താ പറയുന്നത്? മത്തഗജം കരിമ്പിൻ കഴ പൊട്ടിക്കൽ ഇത്ര എളുപ്പമില്ലെന്നോർത്ത് കണ്ടവർ. ഒരു ആന കരിമ്പ് പൊട്ടിക്കുന്നത് എത്ര എളുപ്പത്തിലാ? അത്ര പോലും പാടില്ലാത്ത ഭഗവാൻ ആ ധനുസ് പൊട്ടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു ഭഗവാൻ? അവിടെ അപ്പോഴത്തേക്ക് വന്നു ആരാ? ഈ കാവൽക്കാർ വന്ന്. അവർ എന്തു ചെയ്തു? ധീരനാം കംസൻ ഭയം പൂണ്ടത് ഏറ്റവും പാരാതെ ശാപത്തെ രക്ഷിച്ചു നിൽക്കുന്ന വീരര്. ആ ശാപത്തെ രക്ഷിക്കാൻ വെച്ചാൽ അവിടെ കാവൽക്കാർ അതിനെ പൂജിച്ച് അലങ്കരിച്ച് വെച്ചേക്കുന്ന വില്ലാണ്. അപ്പോൾ അവിടെ കാവൽക്കാർ നിൽപ്പുണ്ട്. ഇത് കണ്ട് അവരങ്ങ് അടുത്ത് ഭഗവാന്റെ അടുക്ക ചെന്നിട്ട് എന്ത് കെട്ടിടൂ, അടിച്ചു കൊല്ലൂ ഇതൊക്കെ പറഞ്ഞു. ഭഗവാൻ എന്ത് 2 കഷ്ണം കയ്യിലിരിപ്പുണ്ട്. ഈ വില്ല്, മുറിഞ്ഞ 2 വില്ല്. ഇതും കൊണ്ട് ഖണ്ഡങ്ങളാക്കി എല്ലാത്തിനെയും അടിച്ചു കൊന്ന്. അവിടെ കാവൽക്കാർ ഭഗവാന്റെ ഒക്കെ പിടിച്ചു കെട്ടി ഭഗവാനെ കൊല്ലാനൊക്കെ ചെന്നവരെ ഭഗവാൻ 2 കയ്യിലും ഈ ഇരിക്കുന്ന വില്ലും കൊണ്ട് അടിച്ച് അവരെ നിരത്തിയിട്ട് കൊന്നു. എന്നിട്ടോ ഭഗവാൻ എന്ത് ചെയ്ത്? ലീലയാ കൃഷ്ണനും രാമനും ബാലരും കുറച്ച് കുട്ടികളും ഭഗവാനോടെ പോയിട്ടുണ്ടല്ലോ.
നന്ദഗോപരും എല്ലാവരും നേരത്തെ കുറെ ഗോപാലനായിട്ട് പോയിട്ടുണ്ട്. ഭഗവാൻ രാമനും കൃഷ്ണനും മാത്രമേ അക്രൂരൻ്റെ കൂടെ രഥത്തിലുള്ളൂ. മറ്റുള്ളവരൊക്കെ നേരത്തെ അങ്ങ് പോയി, കാൽനടയായോ എങ്ങനെയോ പോയി. പക്ഷേ അവിടെ ഈ കുട്ടികളായിട്ട് എന്ത് ചെയ്ത് ഭഗവാൻ അങ്ങ് പുറത്തു പോയി. ഭഗവാൻ ലീലയാ കൃഷ്ണനും രാമനും ബാലനും ഓരോ വിചിത്രങ്ങളെ കണ്ടിങ്ങനെ നടക്കുക ഈ വില്ല് ഒടിച്ചിട്ട്. അപ്പോൾ എന്തു വന്നു, കണ്ടുകൊണ്ട് ഇവർ ദേവാധിപന്മാരാണെന്ന് അവർക്കൊക്കെ മനസ്സിലായി. ഇവർക്കല്ലാതെ ഇങ്ങനൊരു വില്ലെടുത്ത് ഒടിക്കാൻ ആരാലും സാധ്യമാണോ? അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? അവിടുത്തെ പൗരവരവർ തൻ്റെ പരാക്രമം കണ്ടുകൊണ്ട് ഇവർ ദേവാധിപന്മാരാണെന്നും ഇണ്ടലില്ലെന്ന് നിരൂപിച്ചത് ഏറ്റവും. ഇത് സാധാരണ മനുഷ്യനൊന്നും അല്ല, ഇത് ദേവാധിപന്മാരാണ്, ദേവന്മാരുടെ അധിപനാണ് എന്നാണ് ദേവാധിപന്മാരെന്ന് പറയുന്നത്. എന്നിട്ട് അങ്ങനെയായപ്പോൾ സൂര്യനും മറഞ്ഞു, സന്ധ്യ വന്നു. അങ്ങനെ ഇതെല്ലാം അങ്ങനെ സന്ധ്യയൊക്കെ ആയി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബാലകന്മാർ കൃഷ്ണനും രാമനൊക്കെ ചെന്ന് അവിടെ വെള്ളം എടുത്ത് വെള്ളത്തിനടുത്ത് ചെന്ന് കാലും മുഖവും കൈയൊക്കെ കഴുകി വന്ദിച്ച് സന്ധ്യാവന്ദനം ചെല്ലൂല. നമ്മളത് പഠിക്കണം. ഭഗവാൻ ആരാ? എന്നിട്ട് പോലും ഭഗവാനും രാമനൊക്കെ സന്ധ്യാവന്ദനം ചെല്ലുന്നു. കാലും മുഖം എത്ര കുളിച്ചാലും സമയത്തിന് ആരാധിക്കുന്ന സമയത്ത് ഓടിപ്പോൾ ഒന്നും കൂടെ മുഖം കഴിയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കാവും. നമ്മൾ ഇച്ചിരി 1 മണിക്കൂർ മുമ്പേ ഒന്ന് കുളിച്ചിട്ടായാലും നമ്മൾ കത്തിക്കാൻ നേരത്ത് നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും അശുദ്ധി കാണും, എന്തെങ്കിലും എടുത്തത് കാണും. അപ്പോൾ ഉടനെ നമ്മൾ കയ്യെ കഴിയട്ടെ ഭഗവാന്റെ അവിടെ മുമ്പിൽ ചെന്ന് വിളക്കൊക്കെ കത്തിക്കാവും. അതുപോലെ തന്നെ പുഷ്പം പറിക്കുന്നതും കൈയെല്ലാം കഴുകിയിട്ടേ ചെയ്യാവൂ. നമ്മൾ എന്തിലെങ്കിലും ഒരു കഥകിലോ എന്തിലെങ്കിലും പിടിച്ചാൽ തന്നെ അത് നമ്മൾ അല്ലേ ശുദ്ധമുണ്ടോ? ഭഗവാന് കഴിക്കാൻ കൊടുക്കുന്ന ആഹാരമല്ലേ, ജലവും വെള്ളവും പുഷ്പമൊക്കെ. അപ്പോൾ അത്ര ശുദ്ധി വേണം. അതുകൊണ്ട് ഭഗവാനും ചെന്ന് സന്ധ്യയായപ്പോൾ സന്ധ്യാവന്ദനത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളാണ്. കാലും കൈയും മുഖമൊക്കെ കഴുകി വന്ദിച്ച് സന്ധ്യയായി. അപ്പോൾ സന്ധ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെയും വൈകിട്ടും സന്ധ്യാസമയമാണ്. രാവിലെയും ഉണ്ട് സന്ധ്യ, കാരണം ഇരുള് മാറി വെളിച്ചം വരുന്ന സമയമാണ് രാവിലെ. അതുപോലെ വൈകിട്ട് വെളിച്ചം മാറി ഇരുള് വരും. ഇങ്ങനെ സന്ധ്യ എന്ന് പറഞ്ഞാൽ രണ്ടും ചേരുന്ന ഇടക്കാലം, അതിനാണ് സന്ധ്യ. അങ്ങനെ ആ സമയത്ത് ഭഗവാൻ മോദത്തോടേ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഊണൊക്കെ കഴിച്ച് പാലൊക്കെ സേവിച്ച് നിദ്രയെ സേവിച്ചു. പക്ഷേ ഭഗവാൻ ഉറക്കം വന്നില്ല. കൃഷ്ണരാമന്മാർ ഉറങ്ങാതെ എന്ത് ചെയ്തു? കംസന്റെ ദുഷ്പ്രവൃത്തികളെല്ലാം ഓർത്ത് കിടന്നു, കൃഷ്ണകർമ്മങ്ങളെ ഓർത്ത് കിടന്നു. അദ്ദേഹത്തിൻ്റെ ദുഷ്പ്രവൃത്തിയെല്ലാം, കംസന്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം ഓർത്തോർത്ത് ഭഗവാൻ അതുപോലെ പുതിയതായിട്ട് ഇന്ന് കിടക്കുമല്ലയോ അവിടെ. അപ്പോൾ എന്തുകൊണ്ടും ആർക്കും അങ്ങനെ ഒരു പുതിയതായിട്ട് ചെല്ലുമ്പോൾ ആർക്കും പെട്ടെന്ന് ഉറക്കം വരത്തില്ല. പോരെങ്കിൽ ഇങ്ങനെ ചിന്ത കിടക്കുന്നത്. ഇതാ പറഞ്ഞത്, ചിന്തിക്കാനുണ്ടെങ്കിൽ കൃഷ്ണനായാലും ചിന്തിക്കും എന്നുള്ളതാണ്. നമുക്ക് ചിന്ത മാറണമെന്ന് പറഞ്ഞാലും ഇവിടെ ആ സമയത്തിന് നമുക്ക് ചിന്ത ഉണ്ടായി. ഭഗവാന് മനസ്സ് ഇങ്ങനെ എല്ലാ ചിന്തകളെ അടക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ ഇവിടെ കംസനെ ഓർത്ത് കിടന്ന്, അയാളുടെ ദുഷ്പ്രവർത്തികളെ ഓർത്ത് കിടന്ന് അങ്ങനെ കിടന്നപ്പോൾ ഭഗവാന് ഉറക്കം വന്നില്ല. അപ്പോൾ ഈ കംസൻ എങ്ങനെ കിടന്നു? നന്ദാത്മജൻ വില്ലെടുത്തങ്ങ് ഒടിച്ചതും തന്നോട് ഭൃത്യരെല്ലാം കൊന്നതൊക്കെ ഓർത്തോർത്ത് ഭയം കൊണ്ട് കംസന് ഉറക്കം വന്നില്ല. അതുകൊണ്ട് അന്ധനായിരിക്കുന്ന കംസന് ഉറക്കം വന്നില്ല. അന്ധതയാ ഭയം കൊണ്ട് വാഴുന്ന നേരം കണ്ടിതോ തൻ മരണങ്ങളും ഓരോരോ നിമിത്തങ്ങൾ കാണുക. അയാൾക്ക് മരണത്തിൻ്റെ ഭയം. അപ്പോൾ ഇത്രയും എന്താ പറയുക, അതിഭയങ്കരമായ പൂജിച്ച് ശക്തിപ്പെടുത്തിച്ചിരുന്ന ഈ വില്ലൊക്കെ എടുത്ത് ധനുസ് എടുത്ത് ഓടിച്ചപ്പോൾ ഈ ഭയാനകമായ ശബ്ദമൊക്കെ കേട്ട് ഭയന്ന് അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. എന്തൊക്കെയോ കാണുന്നേ, മസ്തകഹീനൻ, അയാളുടെ നിഴല് മസ്തകഹീനം, മസ്തകം തലയില്ലാത്ത നിഴല് പോലെ തോന്നിക്കുക. രാത്രിയാണ്, ഉറക്കത്തിൽ കിടക്കുന്നതിന് ഉറങ്ങുന്നില്ലല്ലോ. അപ്പം വെട്ടമൊക്കെ അണച്ചിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പം കണ്ണടച്ചാലും തുറന്നിരുന്നാലും എന്തൊക്കെയോ നിഴലുകൾ, തലയില്ലാത്ത നിഴല്, അതായത് മസ്തകഹീനമായ നിഴൽ, അയാളുടെ നിഴൽ തന്നെ തലയില്ലാത്തതുപോലെ. പിന്നെ ഏകദീപം, ഒരു ദീപം 2 ദീപമായി കാണുന്നു. ഏകമാകം ഒരേ ഒരു നിഴൽ ഛിദ്രമായി കാണുന്നു. ഇത് നമ്മളിന്നലെ വായിച്ചതാണ്, അതുകൊണ്ടാണ് അത് പറയാമെന്ന് കരുതിയത്, ഒന്നുകൂടെ മനസ്സിലാക്കാമെന്ന് കരുതി. വാമഭാഗം, അത് ഇടത്തെ ഭാഗം വിറയ്ക്കുന്നത്, അംഗത്തിന് ശരീരത്തിൻ്റെ ഇടത്ത് ഭാഗം വിറയ്ക്കുന്നു. വാമൊഴി, അത് പറയുന്നതൊക്കെ എന്താണ്? നഷ്ടമായി കേട്ടത് അപശ്രുതി. ഇപ്പം എനിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അത് പേടിച്ചിട്ടല്ല, നമ്മുടെ തൊണ്ടയ്ക്കും തകരാറുണ്ടെങ്കിൽ അങ്ങനെ വരും. വിചാരിക്കുന്ന കാര്യത്തിൽ നാദം വരുന്നത് കുറഞ്ഞും കൂടിയും എങ്ങോട്ടെങ്കിലൊക്കെ വളഞ്ഞും പൊളഞ്ഞും. ഇപ്പം ചില വെള്ളങ്ങൾ ഒഴുകുന്ന പറയുമ്പോൾ ഒരു കല്ല് ഇരുന്നാൽ ആ വെള്ളം തിരിച്ച് വേറൊരു വഴിക്കൂടെ ഓടും. നേരെ തന്നെ ചാല് വഴി തെളിഞ്ഞു നടന്നാൽ വെള്ളം നേരെ ഓടും. പക്ഷേ നമ്മളെ തൊണ്ടയ്ക്കകത്ത് എന്തെങ്കിലും ഒരു സ്വല്പം കഫങ്ങളോ എന്തെങ്കിലും ഇരുന്ന് പോയാൽ എന്ത് വരും? അത് വളഞ്ഞുളഞ്ഞേ പോകത്തുള്ളൂ. അപ്പോൾ സൗണ്ട് എങ്ങനെ വരും? ഹാ എന്നായി പോകും. അത് തന്നെയാണ് ഇതെല്ലാം സംഭവം. അതുപോലെ ഇദ്ദേഹത്തിന് വിറച്ച് ഭയം കൊണ്ട് അയാൾക്കുള്ള മൊഴി
എന്തു പറഞ്ഞാലും അതൊന്നൊക്കെ അപശ്രുതിയായിട്ട് തോന്നുന്നു. വിചാരിക്കണക്കല്ല സംസാരം വരുന്നത്. പിന്നെ അഗ്നി ജ്വലനമായി തോന്നിയത് ദിക്കുകളെല്ലാം അഗ്നി കൊണ്ട് തോന്നിക്കുന്നു. അഗ്നി ജ്വലന ഹേമാഭമായ വൃക്ഷങ്ങളൊക്കെ അഗ്നി കൊണ്ട് വൃക്ഷങ്ങളെല്ലാം സ്വർണ്ണമഹ പ്രഭ പോലെ തോന്നുന്നു. തൻ പദം തനിക്കങ്ങ് കാണുവാനുമില്ല, അങ്ങാരുടെ പദം അയാൾക്ക് കാണാനും പറ്റുന്നില്ല. തൻ്റെ ജാഗ്രതയിൽ ഇത് കണ്ട് അതായത് അയാൾ ഇതെല്ലാം ഉറങ്ങാതിരുന്ന് കാണുക ഈ രാത്രിയിൽ. പക്ഷെ ഇതൊന്നും ഭയക്കുന്ന രീതിയാ, ഉറക്കവും ഇല്ല. പിന്നെ സ്വപ്നത്തിലാണെങ്കിലോ മുണ്ടിതാഭംഗമയനായി വിഘ്നം ഭവിച്ച് പ്രേതങ്ങൾ പുൽകീടിനാരം ഈ പ്രേതങ്ങൾ വന്ന് പുലുകുന്നത് പോലെ, അയാളുടെ ചുറ്റിനും പ്രേതങ്ങൾ വന്ന് പിന്നെ കെട്ടിപ്പിടിക്കുന്ന പുലുകീടുന്നത് പോലെയൊക്കെ തോന്നുന്നു. ഗർദഭോഷ്ട്ര മഹിഷങ്ങളിലേറിയും, അതായത് കഴുതയും ഒട്ടകവും പോത്തിലെല്ലാം കയറി പോകുന്നത് പോലെയും, ആർദ്ര ബന്ധുക കുസുമദലങ്ങളാൽ മാല്യം ധരിച്ച് എന്തൊരു പ്രത്യേക നനവുള്ള ഉച്ചമലരി പൂവിതളുകൾ കൊണ്ടുള്ള മാല തേച്ച് അത് ധരിച്ചിട്ട് തൈലം തേച്ച് വസ്ത്രനായി നൽകുക. വസ്ത്ര സാധനം എല്ലാവരും ഉടുക്കുന്നില്ല, അത് കണ്ടിട്ട് ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ഭയം വലിയ. അപ്പോൾ അവസ്ത്രനാന്ന് വായിക്കണം. തൈലം തേച്ച് വസ്ത്രമില്ലാതെ അവസ്ത്രനായി, നമുക്കത് കണ്ടു വായിക്കാം. ഇവിടം വരെ കണ്ടാ വായിച്ചത്. കാലപുരത്തിന് യാത്ര പോകുന്നതൊക്കെ അയാൾ കാണുക. ഇതാണ് അയാൾ ഭയന്നാലാണ് ഇതൊക്കെ സംഭവം. അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത്, നമുക്ക് ഭയം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഭഗവാനുള്ള സ്നേഹം ഉണ്ടാവണം. ഭഗവാനോടുള്ള ആത്മാർത്ഥമായ എല്ലാം സമർപ്പിച്ച് പരമാത്മാവിനെ തന്നെ നമ്മളങ്ങ് ഏകീകരിച്ച് വന്നാൽ പിന്നെ നമുക്ക് എങ്ങനെ ഭയം ഉണ്ടാവും? അവിടെ ആനന്ദമല്ലേ ഉണ്ടാവുള്ളൂ. ഭഗവാനെ ചിന്തിക്കുമ്പോഴേ ആനന്ദം ഉണ്ടാവുമല്ലോ, പോൾമേർ കൊള്ളുമല്ലോ. പിന്നെ നമുക്ക് അവിടെ മരണത്തെ ഭയക്കേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്കിനി കണ്ടു വായിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കാറ്റ് കൂടുതലടക്കൊണ്ട് ആർദ്രബന്ധൂക കുസുമദലങ്ങളാൽ മാല്യം ധരിച്ചു തൈലം തേച്ച് അവസ്ത്രനായി, വസ്ത്രമില്ലാതെ. അങ്ങനെയാണെന്ന് തോന്നുന്നു. തെറ്റാണെങ്കിൽ മക്കൾ ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്ക്. അതറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചിങ്ങോട്ട് കമൻസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു വസ്ത്രം ഇല്ലാതെ ആവത്തേ ഉള്ളൂ. വസ്ത്രം സാധാരണ നമ്മൾ ഉടുക്കും. മരണത്തിലകപ്പെട്ട ആ വസ്ത്രം ഇല്ലാതല്ലേ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഭയക്കുന്ന രീതിയിലൊക്കെ അല്ലേ കാണുന്നത് ഇയാൾ. കാരണം കഴുതപ്പുറത്ത് കയറി പോണതും പ്രേതങ്ങൾ പുലുകുന്നു, ഇങ്ങനെയുള്ള ഏതോ ഒരു സൈസ് പുഷ്പങ്ങളുള്ള മാല ധരിച്ചു കൊണ്ട് നടക്കുന്നു. തൈലം തേച്ച് ദേഹത്തൊക്കെ എന്തോ എണ്ണമെഴുക്കോൽ എന്തൊക്കെ തേച്ചിട്ട് അവസ്ത്രനായി, വസ്ത്രമില്ലാതെ. അതാണ് പ്രേതം ഭയാനകമായി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. കാലപുരത്തിനു യാത്ര പോകുന്നതും ഇങ്ങനെയൊക്കെയാണ് ഈ യാത്ര പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഒരുപാട് സത്യമായ കാര്യമാണ്. ഇത് ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കുഞ്ഞുനാളെ ആ അമ്പലത്തിൽ ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ റോഡിൽ ഒരു ഭയങ്കര നിലവിളി. ചെന്നപ്പോൾ എന്തോ വല്ലാത്ത ഭയാനകം. പിന്നെ ഞാൻ അങ്ങനെയുള്ളൊരു വീട്ടിലേ പോയിട്ടില്ല. അത് എല്ലാവരും ഓടിക്കൂടുന്നതുകൊണ്ട് ഞാനൊന്ന് കയറി നോക്കിയതാണ്. നോക്കിയപ്പോൾ ഒരു തള്ളയാ, ഭയങ്കര നിലവിളി. എന്നിട്ട് എന്തൊക്കെ ചന്നി പോലൊക്കെ വരുന്നത്. അന്ന് ഞാൻ ദൈവമേ ഇങ്ങനെയൊക്കെയാണോ മരണമെന്ന്. അപ്പോഴാണ് ഇത്രയും എനിക്ക് പേടിയായത്. അന്നുകൊണ്ടാണ് മരണവെട്ടി പോകത്തുമില്ല, അമ്മയെടുക്കുന്ന ഇങ്ങനെ എങ്ങും മാറി കിടക്കത്തുമില്ല. അത്ര പേടിയാണ്. ആ കുട്ടിക്കാലത്ത് ഇത്രയും അലറക്കവും വിളിയും ബഹളമൊക്കെ കേട്ടാൽ ആരാ ഭയക്കാത്ത? എല്ലാവരും കയറുന്ന കണ്ട് ഞാനും കയറിപ്പോയി നോക്കിയതാണ്. പക്ഷേ പിന്നെ ഞാൻ എങ്ങും പോയിട്ടില്ല. ഇപ്പോൾ വളർന്നാർക്കാ പോകും, കുട്ടിനാളിൽ പോകത്തില്ല. അങ്ങനെ കാലപുരത്തിന് യാത്ര പോകുന്നതും ഏവം പലവിധം കണ്ടു മൃതി മരണം. ഇങ്ങനെയല്ല ഇദ്ദേഹം ഭയന്ന് വിറച്ച് മരണഭയാൽ ദേവാരി കംസനു നിദ്രയുണ്ടായില്ല. ഉറക്കം. അയാൾ ഇതെല്ലാം കണ്ട് നേരം വെളുക്കോളം ഉറക്കം ഉണ്ടായില്ല. ചിന്തിച്ചി വണ്ണം പുലർന്നത് ഒരു തരം. അങ്ങനെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അയാൾ നേരം വെളുപ്പിച്ചു. ചന്തമായി മല്ലരംഗങ്ങൾ ശോഭിപ്പിച്ചു. വാദ്യങ്ങൾ ഘോഷിച്ചു നന്നായി വധിപ്പിച്ചു. വാദ്യപ്രഘോഷിതം കേട്ട് അതിതുഷ്ടരായി വന്ന നൃപന്മാരെ നല്ല മഞ്ചങ്ങളിൽ ഒന്നൊന്നേ വീണ്ടും ക്രമേണ വസിപ്പിച്ചു. നാനാജനങ്ങളും തത്തൽ ക്രമം പോലെ ആനന്ദമോടും ഇരുന്നത് ഓരോ ദിശി. അതായത് അദ്ദേഹം ഇതെല്ലാം എങ്ങനെ നേരം വെളുപ്പിച്ചു.
പിന്നെ മല്ലരംഗം തുടങ്ങാൻ മല്ലന്മാർ വരത്തില്ല. അപ്പോൾ അവിടെ വേണ്ടുന്നതൊക്കെ ഒരുക്കണ്ടേ. അപ്പോൾ രാവിലെ പിന്നെ എന്ത് ചെയ്ത് എങ്ങനെയും നേരം വെളുപ്പിച്ചിട്ട് ചന്തമായി മല്ലയുദ്ധത്തിൻ്റെ രംഗങ്ങളൊക്കെ ഒരുക്കുന്നു, ശോഭിപ്പിക്കുന്നു. ഘോഷങ്ങളൊക്കെ നന്നായി വധിപ്പിച്ചു. പ്രഘോഷിതം കേട്ട് തുഷ്ടരായ എല്ലാവരും നല്ല മേളങ്ങളെല്ലാം കേട്ട് സന്തോഷമായിട്ട് എല്ലാവരും എന്നിട്ട് വന്ന നൃപന്മാരോ ഇത് അന്നത്തേക്ക് കുറേ രാജാക്കന്മാരെ വിളിച്ചിട്ടുണ്ടല്ലോ. ഉത്സവമല്ലേ, ധനുർയാഗമല്ലേ, അപ്പം അതും മല്ലയുദ്ധമൊക്കെ ഉണ്ട്. നമുക്കിവിടെയൊക്കെ ഡാൻസും പാട്ടും വയ്ക്കുന്ന പോലെ തന്നെയാണ്. അങ്ങനെ നൃപന്മാരെല്ലാം എന്ത് ചെയ്തു, നല്ല മഞ്ചങ്ങളിൽ ഒന്നൊന്നേ വേണ്ടും ക്രമേണ വസിപ്പിച്ച് ഇന്ന രാജനെ ഇന്ന സ്ഥലത്തിരുത്തണം. അങ്ങനെ ഓരോരുത്തരെ വഴിപ്രകാരം മുറ പോലെല്ലാം മഞ്ചത്തിൽ, ഇരിപ്പിടത്തിലൊക്കെ ഇരുത്തി നാനാ ജനങ്ങളും തത്തൽ ക്രമം പോലെ ആനന്ദമോടും ഇരുന്നത് ഓരോ ദിശി. നാനാ ജനങ്ങൾ എല്ലാവരും ക്രമം പോലെ ഓരോ സ്ഥലങ്ങളിൽ പോയിരുന്നു. നിർമ്മല ഗാത്രിമാർ ഹർമ്മ്യങ്ങളിൽ ഏറി മന്മഥ രൂപനാം കൃഷ്ണനെ ചിന്തിച്ചു നോക്കി നോക്കി സുഖത്തോടും ഇരുന്നിതു. പിള്ളേർ എന്ത് ചെയ്തു, രാജാക്കന്മാരും അവരും എല്ലാം ജനങ്ങളെല്ലാം നന്നായി ക്രമം പോലെ ഇരുന്ന്. പക്ഷേ ഈ നാരിമാരോട് എന്താ ചെയ്തത്, ഭഗവാന്റെ സുന്ദര രൂപം മന്മഥ രൂപം കണ്ടിങ്ങനെ കൃഷ്ണനെ കൊതിച്ചു ഒരു ചിന്തിച്ചിരിക്കുന്ന നാരികൾ. അന്ന് ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പം തന്നെ അവിടെ ഗോപികൾ എന്താ പറഞ്ഞത്, അവിടെ ചെല്ലുമ്പം സുന്ദരിമാരായ നാരിമാർ കാണും. ഭഗവാൻ അവരെ കാമിക്കാതിരിക്കുമോ? അവരത്രമാത്രം രാജകുമാരികൾ അവിടെ ഉള്ളവരല്ലേ. ഇവിടുത്തെ കണക്ക് പശുക്കളെ മേയ്ക്കുന്ന നമ്മളെപ്പോലുള്ള തോഴിമാരാണോ നമ്മൾ ഗോപികൾ? എന്താ അവരെന്താ? അപ്പം നമ്മളൊന്നും അല്ലല്ലോ. നമ്മളെന്തിനു തിരിഞ്ഞ് നോക്കണം? കാരണം അവിടെ ചെല്ലുമ്പം നല്ല നല്ല സുന്ദരിമാരെ കാണും. അവർക്ക് ആഭരണങ്ങളെല്ലാം അവിടെ രാജകുടുംബം അല്ലേ. അതുകൊണ്ട് ഭഗവാൻ അവരിൽ കാമിക്കാതിരിക്കുമോ? അവരും ഇങ്ങോട്ട് അങ്ങനെയല്ലേ. പിന്നെ നമ്മളെ ഓർക്കത്ത് പോലുമില്ല. ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഭഗവാനെ കഷ്ടം. അപ്പോൾ അങ്ങനെ ഉള്ള കറണ്ട് പോയി. ഈ കണ്ട് വായിക്കുന്നത് എങ്ങനെയാണ്? കറണ്ട് ഒരു അരമണിക്കൂറെങ്കിലും ആയിട്ട് ഇപ്പോഴാണ് വന്ന മക്കളെ. എന്നാലും ഇതിൽ കട്ടാക്കി വെച്ചുകൊണ്ട് ഇതിനകത്ത് സമയം പോകത്തില്ല. അപ്പോൾ നമ്മൾ എന്താ വായിച്ചത്, ഭഗവാനെ തന്നെ മന്മഥ രൂപനായിരിക്കുന്ന ഭഗവാനെ തന്നെ ചിന്തിച്ച് ആരായിരിക്കുന്നത്, നിർമ്മല ഗാത്രിമാർ, സുന്ദരികളായ അതായത് നിർമ്മല ഗാത്രം എന്ന് വെച്ചാൽ എന്താണ്? ഗാത്രം എന്ന് വെച്ചാൽ ഹൃദയശുദ്ധിയുള്ള നല്ല ജ്ഞാനിയായ കുട്ടികളാണ്, നല്ല നിഷ്കളങ്കമായ നാരിമാർ. ഹർമ്മ്യങ്ങളിലേറി, ഹർമ്മ്യം ഭവനം, അവിടെ മുകളിലൊക്കെ കയറി നിന്ന് ഭഗവാൻ ഇങ്ങനെ അവരുടെ ഭവനത്തിലൊക്കെ നിന്നുകൊണ്ട് എല്ലാവരും ഭഗവാനെ തന്നെ മന്മഥരൂപനായിരുന്ന ഭഗവാനെ തന്നെ ചിന്തിക്കുക. സുന്ദരനല്ലേ കാണാൻ. നോക്കി നോക്കി സുഖത്തോടും ഇരുന്നിതു, കണ്ടോട് സുഖിച്ചിരിക്കുക. നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ പരമജ്ഞാന അമൃതം പാനം ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഭഗവാനെ കണ്ട് ഒരു പാനം ചെയ്തു, ഹൃദയം നിറഞ്ഞു. അതാണ് സുഖത്തോടിരുന്നത്. അക്രൂരനാദിയാം മുഖ്യ യതുക്കളും സഖ്യഭാവത്തോടൊരുമിച്ചു ചെന്ന് അവർ മുഖ്യമാം മഞ്ചം കരേറിയിരുന്നിതു. നന്ദാദി ഗോപാലരെയും വരുത്തിയിട്ട് നന്ദിച്ചു, കംസനും മഞ്ചേ വസിപ്പിച്ചു. നന്ദാദി ഗോപാലരെന്ന് വെച്ചാൽ ഭഗവാന്റെ പിതാവായ നന്ദഗോപരും കുറച്ച് ഗോപാലന്മാരൂടെ ചെന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം കംസൻ അവിടെ എല്ലാം മഞ്ചേ, അതായത് മഞ്ചത്തിൽ, ഇരിപ്പിടത്തിൽ, കസേരയിലൊക്കെ പിടിച്ചിരുത്തി. എന്നിട്ട് എല്ലാവരെയും ഇരുത്തി ഭോജാധിപൻ കംസൻ എന്ന നല്ല മഹാതുങ്കമഞ്ചേ തൽഭൃത്യരും ഒന്നിച്ചു ചെന്നു കരേറി സ്വർണാസനീ ചന്ദ്രാർക്ക ദീപ്തനായി വന്ധ്യനായി. ഇങ്ങനെ അയാൾ നല്ല സ്വർണം സിംഹാസനത്തിലല്ലേ, രാജാവല്ലേ. അയാളുടെ മന്ത്രിമാർ ഭൃത്യരും എല്ലാവരുടെ നല്ല എല്ലാത്തിലും മെച്ചപ്പെട്ട ഇരിപ്പിടത്തിൽ സ്വർണാസനെ നല്ല സിംഹാസനം ചെന്നിരുന്ന് ചന്ദ്രനും സൂര്യനും ദീപ്തനായി, അതുപോലെ ദീപ്തനായി വന്ധ്യനായി ഇങ്ങനെ ശോഭിതയായിട്ട് ഇങ്ങനെ തിങ്കൾ തൊഴും ആലവട്ട വെഞ്ചാമര വെങ്കൊറ്റ ഛത്രം പിടിപ്പിച്ചിരുന്നിതു. രാജാക്കന്മാർക്ക് വെങ്കൊറ്റ ഛത്രം, ഇത് വീശുന്ന വിശറി പോലുള്ള അതൊക്കെ വന്ന് ഫാനൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ അപ്പുറം ഇപ്പുറം നിന്ന് വീശാൻ അങ്ങനെയൊക്കെ തോഴിമാരും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ സന്തോഷമായിട്ട് അയാൾ ചെന്നങ്ങ് ഇരിക്കുക. പക്ഷേ ഉള്ളത്തിൽ വിഷമമുണ്ട്, പക്ഷെ ആരെയും അറിയിക്കാതിരിക്കുക. വെഞ്ചാമരൊക്കെ അങ്ങോട്ട് വീശി വെങ്കൊറ്റ ഛത്രം കുടയൊക്കെ പിടിച്ച്, ഛത്രം കുടയല്ലേ, അതൊക്കെ പിടിച്ച് നല്ല ശോഭയോടെ അങ്ങനെ ചന്ദ്രനും അർക്കനും
വിളങ്ങുന്ന എങ്ങനെ അതുപോലെ തന്നെ വന്ധ്യനായി ഇങ്ങനെ ഇരിക്കുക. എല്ലാവരും അയാളെ വന്ദിക്കത്ത്, പിന്നെ രാജാവല്ലേ. അങ്ങനെ അയാൾ സന്തോഷം നിരുന്നു. ചുറ്റും ചുഴന്ന നൃപവരന്മാരാലും ഏറ്റവും സേവ്യനായി സന്തോഷഭവ്യനായി തങ്കലുള്ളൊരു ചാപല്യം മറച്ചവൻ ശങ്കാവിഹീനനായി ഏറ്റവും ശോഭിച്ചാൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ള മൊത്തവും വിറയില, അംഗങ്ങൾ തളർന്ന് വിറച്ചു, വാമൊഴിയെല്ലാം പിന്നെ എന്താ പറയുക അപശ്രുതിയായി, പിന്നെ എന്താ പറയുക സർവ്വ നിദ്രയെല്ലാം പോയി. എങ്ങനെ നേരം വെളുപ്പിച്ച ആളാണ്. എന്നിട്ട് പ്രേതങ്ങളെല്ലാം കണ്ട് ഭയന്നിരിക്കുന്ന ഒരാളാണ്. പക്ഷേ വെളി പറയാൻ കൊള്ളാമോ, രാജാവല്ലേ, അതും ശക്തിശാലിയല്ലേ. കംസൻ വെച്ചാൽ അത്രമാത്രം ഭയക്കുന്നതല്ലേ. പക്ഷെ അയാൾക്ക് ഭയം എന്ന് പറഞ്ഞാൽ നാണക്കേടില്ല, അവിടെ ചാപയില്ല മറച്ചു വെച്ചു. ചുറ്റും ചുഴന്ന നൃപവരന്മാരാലും ഏറ്റവും സേവ്യനാണ്. മറ്റുള്ള രാജാക്കന്മാരെല്ലാം സേവിക്കുന്ന കംസനാണ്. അപ്പോൾ അതൊരു സന്തോഷഭവ്യനായിട്ട് അവരെല്ലാം സേവിച്ചുകൊണ്ട് എല്ലാവരും ചുറ്റും അയാളെ വന്ദിച്ചും ഒക്കെ ഇരുന്നപ്പോൾ അയാൾ നന്നായി സന്തോഷം കൊണ്ട് ഭവ്യനായിട്ട് തങ്കലുള്ളൊരു അയാളുടെ ഉള്ളത്തിലുള്ള ചാപല്യം മറച്ച്. എന്താ ചാപല്യം? അയാൾക്ക് പിന്നെ മരണഭയവും എല്ലാം കൊണ്ടും മനസ്സ് ചാപല്യപ്പെട്ടിരിക്കുകയല്ലേ. അത് പുറത്ത് കാണിക്കാൻ പറ്റാമോ? മറ്റുള്ള രാജാക്കന്മാർ എന്ത് വിചാരിക്കും? എല്ലാവരും സേവിക്കുന്ന ആളാണ്, അത്ര ധൈര്യശാലിയും കേമനുമാണ്. അപ്പോൾ കംസൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിറകൊള്ളും. അപ്പോൾ പിന്നെ ഇയാൾക്ക് ഭയമുണ്ടെന്നോ ഉള്ളം വിറയ്ക്കുന്നതെന്നോ പറഞ്ഞാൽ നാണക്കേടല്ലേ. അതുകൊണ്ട് അയാൾ ആ ചാപല്യമൊക്കെ മറച്ചു പിടിച്ചിട്ട് ശങ്കാവിഹീനനായി ഒരു പിന്നെ വിഷമവും തോന്നിക്കാതെ ഏറ്റവും ശോഭിച്ച നല്ല അഭിനയം, നടന്മാരെങ്ങനെ അഭിനയിക്കുന്ന അതുപോലെ ഉള്ളത്തിൽ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ചിരിച്ച് കാണിക്കത്തില്ലേ നടന്മാർ. അതുപോലെ ഈ കംസനും ഉള്ളത്തിൽ ഭയമെല്ലാം ചാപല്യെല്ലാം അങ്ങ് മറച്ചു വെച്ചിട്ട് ശങ്കാവിഹീനനായി ഒരു വിഷമം ഉണ്ടെന്ന് തോന്നിക്കാത്ത വണ്ണം ശോഭിച്ചോടെ ഇരിക്കുന്നു. ആരും ഒട്ടൊന്നും അറിയത്തില്ല. ഇനി നമുക്ക് കുവലയാപീഠവധം. വധം വെച്ചാൽ വധിക്കുക. ആരെയാ? കുവലയാപീഠത്തെ. കുവല എന്താ? ആന. കൃഷ്ണനെ വധിക്കാൻ വേണ്ടി ഏറ്റവും മുതിർന്ന ആനപ്പാപ്പാൻ, അതായത് ഗജപാലൻ, ആനയുടെ പാലൻ എന്ന് വെച്ചാൽ ഗജപാലൻ, ആനയെ പാപ്പാമാർ രക്ഷിക്കുന്ന ആൾക്കാർ, അവരെ നിർത്തി നിൽക്കുക വഴിയിൽ ഭഗവാൻ വരുമ്പോൾ കുത്തി കൊല്ലാൻ. അതാണ് നമുക്കിനി വായിക്കാം. അത് കുറച്ച് വായിക്കാം. ഫാനിൻ്റെ കാറ്റിട്ട് പേപ്പർ പറക്കുന്നു. കുവലയാപീഠവധം. അപ്പോൾ കുവലയാപീഠവധം വെച്ചാൽ കുവലയെ പീഡിപ്പിച്ച് കൊല്ലുക എന്നാണല്ലേ എൻ്റെ അർത്ഥം. പീഠവധം. അപ്പോൾ ഭഗവാനെ കൊല്ലാൻ വന്ന ആനയെ ഭഗവാൻ കൊന്നു. വധിച്ചത് ആനയെ തന്നെയാണ്. മല്ലവാദ്യങ്ങൾ ഘോഷിച്ചിതതു നേരം. എല്ലാവരും അവിടെ ഇരിക്കുമല്ലേ, സന്തോഷമായിട്ട് ഉത്സവമല്ലേ. എല്ലാവരും നല്ല ഇരിപ്പിടത്തിലിരുന്ന് സന്തോഷമായിട്ട്. ഇനി മല്ലന്മാരുടെ യുദ്ധങ്ങൾ വരുന്ന അത് ആദ്യമേ ആനയാണ് വരാൻ പോണേ. മല്ലവാദ്യങ്ങൾ, മല്ലയുദ്ധത്തിൻ്റെ വാദ്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ തകർക്കുന്നുണ്ട്. മല്ലവാദ്യങ്ങൾ ഘോഷിച്ചതു നേരം മല്ലവീരന്മാർ ചമഞ്ഞു വന്നിടിനാർ. മല്ലയുദ്ധത്തിൻ്റെ ആളുകളെല്ലാം ഒരുക്കത്തോട് ചമഞ്ഞ് ഒരുങ്ങി തന്നെ വന്നു. ധീരനാം ചാണൂരൻ ഉഗ്രനാം മുഷ്ടികൻ. ആരൊക്കെയ? ധീരനായിരിക്കുന്ന ചാണൂരനും ഉഗ്രനായിരിക്കുന്ന മുഷ്ടികനും സാരനാം കൂടൻ ശലൻ തോശലൻ മറ്റും വീരരാം മല്ലരവരുപാധ്യായനും പാരാത മല്ലരംഗം വന്നു ബുക്കിതു. അവർ മല്ലന്മാരെല്ലാവരും വന്ന് ആരവ ആഘോഷമാണ്. ആരവങ്ങൾ അവർ വരുമ്പം ഒരു പ്രത്യേക ആരവമാണ്, ബഹളമാണ്. ഇപ്പോൾ വേടൻ തന്നെ സഭയിലോട്ട് രംഗത്ത് വരുമ്പോൾ എന്തൊരു ആരവമായിപ്പം. പിന്നെ ജനങ്ങൾ എത്രമാത്രം ജനങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പരിപാടി എവിടെയെങ്കിലും? ഇത്രയും അതായത് ഭക്തിപരമായ ആശ്രമങ്ങളിലല്ല, സാധാരണ ഈ പുറമേയുള്ള ഈ ലൗകികമായ എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ ജനങ്ങൾ കൂടിയിട്ടുണ്ടോ? ആധ്യാത്മികമായി ഇപ്പം സൽഗുരുവിനോടെയും വള്ളിക്കാവിലും അങ്ങനെയുള്ള പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ കൂടുന്നുണ്ട്. അത് പിന്നെ പ്രാർത്ഥനയുടെ ഇത് വേണ്ട. ഇത് ഈ മല്ലരംഗം പോലൊരു കാര്യമല്ലേ വേടൻ്റെ കാര്യം. അതുകൊണ്ട് അവിടെ എങ്ങനെ ആളുകൾ ആരവം അതുപോലെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ ആരവം എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ലല്ലോ. ഇതാണ് സംഭവം. ജനങ്ങൾ അങ്ങ് തിക്കിത്തിരിക്കുക. കാരണം മല്ലയുദ്ധമല്ലേ, ധൈര്യശാലികളായ വലിയ വലിയ മല്ലന്മാരല്ലേ മല്ലിടുന്നത്. അതുകൊണ്ട് അവിടെ എന്തുവന്ന് ആഘോഷമാണ്. ആരവം കൊണ്ട് ആഘോഷമായി വന്ദിച്ചു കംസനെ. അപ്പോൾ അങ്ങനെ വന്ന് എല്ലാവരും വന്ദിച്ചു. ഇത്രയും വലിയ ഉത്സവം നടക്കുമല്ലേ. അതുകൊണ്ട് ആരവാഘോഷേണ വന്ദിച്ചു കംസനെ പാരാതവർ ഗുരു തന്നെയും കൂപ്പിനാർ.
കംസനെ വന്നിച്ചിട്ട് ഗുരുവെ ഏറ്റവും തലവനല്ലേ കംസനെ വന്നിച്ചു എല്ലാവരും കൂപ്പി. 4-5 ബാലരും രാമനും കൃഷ്ണനും കോലാഹലം കേട്ടു സന്നദ്ധരായിക്കൊണ്ട് മല്ലരംഗത്തിന് പോവതിനായിട്ട് മല്ലവിലോചനൻ ചെല്ലുന്ന നേരത്ത് രംഗമാർഗേ വീരനാകും ഗജേന്ദ്രനെ മന്ദമായി നിർത്തിയിരിക്കുന്നതു കണ്ടു. അപ്പോൾ ഭഗവാനും രാമനും ഈ 4-5 ഭഗവാന്റെ കൂട്ടുകാരായ ബാലരും കൂടെ ഈ കോലാഹലം കേട്ട്, ഈ ആരവം കേട്ട്, സെലിബ്രിറ്റികൾ വരുമ്പോൾ എന്തൊരു ഘോഷം എന്ന് പറയുന്നത് പോലെ അവിടെ മല്ലന്മാരെ കണ്ടുള്ള ആഘോഷം, അവരെല്ലാവരും കംസനെ വന്ദിക്കാൻ പോകുന്ന ഒരു ആഘോഷങ്ങളെല്ലാം കേട്ടപ്പോൾ ഈ കോലാഹലം എന്തെന്ന് കേട്ട് ഭഗവാൻ ഇവിടെ വന്നു മല്ലവിലോചനൻ ചെല്ലുന്ന നേരത്ത് അവിടെ പോയി. ഈ മല്ലരംഗത്തിന് പോവാതിനായിട്ട് മല്ലവിലോചൻ ഭഗവാൻ കൃഷ്ണൻ ചെല്ലുന്ന നേരത്ത് രംഗമാർഗെ ഈ മല്ലരംഗത്തിൻ്റെ ആ വഴി, അവിടേക്ക് കയറി പോകുന്ന വഴി കൂടെ ഒരു വഴി വേണമല്ലേ, ഈ മല്ലന്മാരുടെ ഈ മല്ലയുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് രംഗപ്രവേശനം ഒരു സ്ഥലം വേണ്ടേ, അവിടെ ഇപ്പം പ്ലാറ്റ്ഫോം കെട്ടിയിടുക, അവിടെ കയറി പോകണമെങ്കിൽ സ്ഥലം വേണം, വഴി വേണം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത് അവിടേക്ക് കടന്നു പോകാൻ മാർഗേ വഴി വീരനാകം ഗജേന്ദ്രനെ മന്ദമായി നിർത്തിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഭഗവാന് കയറി മല്ലന്മാരിരിക്കുന്ന ഭാഗത്തേക്ക് ഭഗവാനും രാമനും ബാലന്മാരുടെ കയറി പോകാൻ സ്ഥലത്ത് വഴിയിൽ ആര് നിൽക്കുന്നു? ആന. അതും വീരനാകുന്ന ഗജേന്ദ്രനെയാണ്. ഇന്ദ്രൻ വെച്ചാൽ ആനകളുടെ തലവൻ ഇന്ദ്രൻ വെച്ചാൽ രാജാവ്, മൃഗങ്ങളുടെ രാജാവ്. കാരണം ഈ ആനകളിൽ വെച്ച് നോക്കുമ്പോൾ ഈ ആന രാജാവാണ്. അതുകൊണ്ടാണ് വീരനാകുന്ന ഗജേന്ദ്രനെ കൊണ്ട് നിർത്തിയ മാർഗേ, അതായത് ഈ മല്ലരംഗത്തേക്ക് കയറി പോകുന്ന വഴി മാർഗം വഴി കൊണ്ട് നിർത്തിയേക്കുന്നു മന്ദമായി നിർത്തിയിരിക്കുന്നത് കണ്ടു. ഭഗവാൻ അത് കണ്ടപ്പോൾ തന്നെ കാർകൂന്തൽ നന്നായി മുറുക്കിയിട്ട് നന്ദാത്മജൻ കൃഷ്ണൻ ആശു പറഞ്ഞിതു. ഇതിലെ എന്താ പറയാ, കായികാഭ്യാസം കളരിപ്പയറ്റിനൊക്കെ ഇറുക്കി ഉടുക്കുമല്ലോ, ഇളിക്കൂട്ടിലൊരു മുണ്ടിൻ്റെ മണ്ട ഒരു ചുമന്ന എന്തോന്ന് കച്ച മുറുക്കി കെട്ടുന്നത് പോലെ ഭഗവാൻ എന്ത് ചെയ്ത് മുടിയൊക്കെ ഒന്ന് ഇറുക്കി കെട്ടി. ഭഗവാന് മുടിയുണ്ടല്ലോ, ക്രാപ്പ് പോലെ കിടക്കല്ലേ, ഈ മുടിയൊക്കെ ഒന്ന് കാർകൂന്തൽ എന്ന് വെച്ചാൽ മുടിയെന്നാണ് അർത്ഥം എനിക്ക് തോന്നുന്നത്. കാർകൂന്തലൊക്കെ നന്നായി മുറുക്കിയിട്ട് നന്ദാത്മജൻ കൃഷ്ണൻ ആശു പറഞ്ഞു. എന്താ പറഞ്ഞത് ഭഗവാൻ? കാരണം വഴി കൊണ്ട് നിർത്തിയേക്കൊല്ലേ ആനി. അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത്? കേൾക്ക ഗജപാല. ഗജം ആന, പാല എന്ന് വെച്ചാൽ ഗജത്തിനെ പാലിക്കുന്ന പാപ്പാൻ. നമ്മളിവിടെ പാപ്പാന്മാരെന്ന് പറയും. അത് അവിടെ ഈ ആനകളെ കൊണ്ടു നടന്ന് ശുശ്രൂഷിക്കുന്ന ആളാണ്, പാലിക്കുന്ന ആൾ. അതുകൊണ്ട് കേൾക്ക ഗജപാല. ആനയുടെ അടുത്തല്ല, ആനയെ നോക്കുന്ന ആളോട് പറയുന്നു, കേൾക്ക ഗജപാല, മാർഗത്തിൽ നിന്നു നീ ഊക്കനാം ആനയെ നീക്കി നിർത്തിയിടുക. ഈ ഊക്കനായിരിക്കുന്ന ഈ ആനയെ നീ വഴിയിൽ നിന്ന് മാറ്റി നിർത്തൂ. മാർഗം മുടക്കി നിന്നിടുന്ന നിന്നെയും മാർഗത്തിൽ നിൽക്കും ഗജത്തെയും പോകായെങ്കിൽ നീയും നിന്റെ ആനയും നീ വഴി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ആനയെ നീക്കി നിർത്തിയിടൂ. ഈ മാർഗം, അത് വഴി മുടക്കി നിന്നിടുന്നു, ഈ വഴിയിൽ തന്നെ നീയും, അതായത് ആനപ്പാപ്പാനും ആനയും കൂടെ ഇങ്ങനെ വഴി മുടക്കി നിന്നാൽ നിന്നെയും മാർഗത്തിൽ നിൽക്കും ഗജത്തെയും. അപ്പം നിന്നെയും ഈ വഴിയിൽ നിൽക്കുന്ന ഈ ആനയെയും ഇങ്ങനെ പോകായെങ്കിൽ, നിങ്ങൾ മാറി പോകാതിരുന്നാൽ മാർഗമാക്കിയിടും കൃതാന്ത സമീപത്തേക്ക് ഓർക്ക. അത് മാർഗമാക്കിയിടും കൃതാന്ത സമീപത്തേക്ക്, അത് അവിടെ യമപുരിയിലേക്കുള്ള പോക്ക്, ആ വഴി മാർഗമാക്കിയിടും. മാർഗം വഴി, അവിടേക്കുള്ള വഴി ആക്കുമെന്ന്. എന്താ എൻ്റെ അർത്ഥം? കൃതാന്ത സമീപത്തേക്ക്, കാലപുരിയിലേക്ക് നിന്നെ വഴി അവിടേക്ക് വിടും. നിന്റെ ആനയും വഴിയിൽ നിന്നാൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ അവിടേക്ക് പറഞ്ഞു വിടും. ആ വഴി നിന്നെ പറഞ്ഞു വിടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ഓർക്ക, നീ എന്ന് കേട്ടൊരു ഗജപാലൻ. അങ്ങനെ കേട്ടപ്പോൾ ഗജപാലൻ എന്ത് ചെയ്തു? നന്ദാത്മജൻ കൃഷ്ണനെ പിടിച്ചിടുവാൻ മന്ദമെന്നെ ഗമിപ്പിച്ചാൻ ഗജത്തെയും. ആനയെ കൊണ്ട് ഗമിപ്പിക്കുന്ന, എന്താ മുന്നോട്ട് തകർക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ആനയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്താൽ മതിയല്ലേ. ദേഹത്തുനിന്നുള്ളേ വർമ്മത്തൊന്ന് കുത്തേ, ആരും അറിയാണ്ട് ഈ ഗജപാലനെ നിർത്തിക്കുന്നത് അതിനാണല്ലോ, ഭഗവാനെ കുത്തി കൊല്ലാനാണല്ലോ. നേരത്തെ കൂട്ടി ഇതെല്ലാം ക്ലാസ് കൊടുത്ത് വെച്ചേക്കുമല്ലയോ. അപ്പോൾ ഇത്രയും നിന്റെ ആനയെയും വഴിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ കാലപുരി കൃതാന്ത സമീപിച്ച, എന്താണ് കൃതാന്തം? എനിക്ക് തോന്നുന്നു നിന്നെ യമപുരിയിലേക്ക് വിടുമെന്നുള്ളതാണ്, അല്ലാതെ ഇതിനകത്ത് അർത്ഥമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാം.
അല്ല പിന്നെ ഇവിടെ അല്ലാതെങ്ങും അല്ല, മാർഗമാക്കി അവിടേക്കുള്ള വഴിയാക്കും. അതുകൊണ്ട് ഇവിടെ നീ മാറി നിന്നില്ലെങ്കിൽ, അതുകൊണ്ട് അത് കേട്ടപ്പോൾ എന്ത് ചെയ്തു ഈ ഗജപാലൻ? എന്ന് കേട്ടൊരു ഗജപാലൻ നന്ദാത്മജൻ കൃഷ്ണനെ പിടിച്ചിടുവാൻ, നന്ദഗോപരുടെ മകനായ കൃഷ്ണനെ പിടിച്ചിടുവാൻ ആന മന്ദമന്യെ ഗമിപ്പിച്ചാൻ ഗജത്തെയും. മന്ദമന്യെ പതുക്കെ എന്തോ ഒരു കൃത്രിമം കാട്ടി ആനയെ ഗമിച്ച് മുമ്പോട്ട് നിന്ന് കൃഷ്ണനെ വീഴ്ത്താൻ. അങ്ങനെ ഗജത്തെയും കാലനെ പോലെ വരുന്ന ഗജം കണ്ടു മാലോകർ പേടിച്ചു മണ്ടി മുറയിട്ടാർ. അപ്പം എന്തെങ്കിലും തക്കതായ വാലി പിടിക്കുകയോ നുള്ളുവോ എടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കുമല്ലോ ആന എങ്ങനെ നിൽക്കുക. ആനയ്ക്കല്ല അറിയാമോ കൃഷ്ണൻ വരുമ്പോൾ നീ അവനെ കുത്തണം എന്ന് പറയാൻ കൃഷ്ണൻ ആണെന്ന് ആനയ്ക്കറിയാമോ? ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ എന്തോ തകരാറ് ചെയ്തു, വാലി പിടിക്കുകയോ എടുക്കുകയോ എന്തോ ചെയ്തോ, എന്തായാലും കൊള്ളാം, കാലനെ പോലെ ആന ഗമിച്ചങ്ങ് ചെല്ലുക. അപ്പോഴത്തെ ഇത് കണ്ട് ജനങ്ങളെല്ലാം വാവിട്ട് മുറവിളിച്ച് ഓടി, മാലോകരെല്ലാം പേടിച്ചു മണ്ടി ഓടി. വന്നു പിടിച്ചു മുകുന്ദനെ വാരണം, ഭഗവാനെ ചെന്ന് വാരണം. ആനയാണ് വാരണം എന്ന് പറയുന്നത്. ഈ വാരണം വന്ന് പിടിച്ചു മുകുന്ദനെ, മന്ദത കൂടാതെ അടിച്ചു മുകുന്ദന്. അപ്പം ഇത്രയും ഗമിച്ച് മുന്നോട്ട് വിട്ടു പാപ്പാൻ. അപ്പം തന്നെ മറ്റുള്ളവരെല്ലാം കണ്ട് പേടിച്ച് ഓടി. എന്നാലോ ഇവിടെ ഓടാതെ ആര് നിൽക്കുന്നത്? ഭഗവാൻ. ഭഗവാൻ എന്ത് ചെയ്ത്? ഒരു മന്ദതയും കൂട്ടിയില്ല, ധൈര്യമായിട്ട് ഒരടിയും കൊടുത്തു. പിന്നെ ഗജത്തിൻ നടയ്ക്ക് അകം പൊക്കിതു, നന്ദാത്മജനെ കാണാഞ്ഞു ഗജേന്ദ്രനും കോപം മുഴുത്തു. ഘ്രാണത്താൽ അറിഞ്ഞിതു ഗോവിന്ദനെ പിടിച്ചിടിനാൻ പിന്നെയും. അപ്പോൾ ഗജത്തിൻ നടയ്ക്കകമെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ അർത്ഥം നടയ്ക്കകം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഊഹിച്ച് പറയാം. തെറ്റാണെങ്കിൽ നിങ്ങൾ അത് എവിടെയെങ്കിലും അറിവ് കിട്ടുമെങ്കിൽ എനിക്കൂടെ പറഞ്ഞതാ. കാരണം 4 കാലിൻ്റെ ആനയ്ക്കുള്ള 4 കാലിനകത്ത് അല്പം സ്ഥലമുണ്ടല്ലോ, പള്ളവാക്കിന് വയറിൻ്റെ ഭാഗത്ത്. അതിനകത്ത് കയറി പമ്മി നിന്ന ആനയ്ക്ക് കാണാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. കാരണം കണ്ണ് അകത്തോട്ട് പോവില്ല, വെളിയിലോട്ടല്ലേ പോകുള്ളൂ. അപ്പം അതുമല്ല, കാലെടുത്ത് വെളിയിലോട്ടേ എറിയത്തുള്ളൂ, അകത്തോട്ട് എറിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ വെളിയിൽ നിന്ന് ജനങ്ങളെയൊക്കെ തള്ളി വെളിയിലോട്ടാണ് തട്ടുന്നത്, അകത്തോട്ട് തട്ടാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നടയ്ക്കകം എന്ന് പറയുന്ന ഈ ആനയുടെ ഉള്ളിനകത്താണ്, 4 കാലിൻ്റെ അകത്താണ്. അതായിരിക്കും നടയ്ക്കാകുമെന്ന് പറയുന്നത് എനിക്കൊരു തോന്നലാണ്. അല്ല എനിക്ക് ആരും പറഞ്ഞു തരാനില്ല, ആരോട് ചോദിക്കാനാ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്ത്? നടയ്ക്കകം പൊക്ക്, ഗജത്തിൻ്റെ ആനയുടെ നടയ്ക്കകം പൊക്കിയത്. അതിനകത്ത് കാരണം ദൂരോട്ട് പോയിന്ന ആനയ്ക്ക് കാണാൻ പറ്റുമല്ലോ, എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പം ഇത് തന്നെയാണ് സംഭവം. അപ്പോൾ നന്ദാത്മനെ അപ്പോൾ കണ്ടില്ല, കാണാഞ്ഞ് ഗജേന്ദ്രനും കോപം മുഴുത്തു. ഘ്രാണത്താൽ അറിഞ്ഞ്. അപ്പോൾ ആന മണത്തറിഞ്ഞ് കണ്ണൻ അതിനകത്തുണ്ടെന്ന്. കാരണം അല്ലാതെ കാണത്തില്ല, 2 കണ്ണും വെളിയിലോട്ട്. കാരണം അകത്ത് കാണണമെങ്കിൽ ഭയങ്കര പാടല്ലേ. കണ്ണിന് ആനയ്ക്ക് നല്ല പൊക്കമൊക്കെ ഇല്ലേ, 4 കാലിൻ്റെ അകത്ത് പമ്മി നിന്നാൽ അറിയത്തില്ല, എന്നാലല്ലേ കാണാതിരിക്കാൻ പറ്റൂ. അപ്പം ഭഗവാൻ തന്നെ, അത് തന്നെ സത്യം, നടയ്ക്കാതെ എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അതിനകത്ത് നടയ്ക്കുക വെച്ചാൽ 4 കാലിൻ്റെ ഉള്ളിനകത്ത് ഭഗവാൻ പമ്മി അതിനകത്ത് ഇരുന്നപ്പോൾ ഇദ്ദേഹത്തിന് കോപമായി. എങ്ങനെ? ഘ്രാണത്താൽ മണത്തറിഞ്ഞ്, ഘ്രാണം മൂക്ക് കൊണ്ട് മണക്കുന്നത്. അങ്ങനെ ഘ്രാണത്താൽ അറിഞ്ഞതു ഗോവിന്ദനെ പിടിച്ചിടാൻ പിന്നെയും പിന്നെ നടയൂടെ ചെന്ന് മുകുന്ദനും. അങ്ങനെ ഗോവിന്ദനെ ഭഗവാനെ പിടിക്കാനായിട്ട് ഇയാൾ മണത്തറിയുമ്പോൾ അറിയാൻ ഉള്ളിലുണ്ടെന്ന്. അപ്പോൾ പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും വേണ്ടെന്ന് ചെയ്യും. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത്? ഗോവിന്ദനെ പിടിക്കാൻ, കണ്ണനെ പിടിക്കാൻ ഒരുങ്ങി. അപ്പോൾ ഭഗവാൻ എന്ത്? പിന്നെയും നടയൂടെ ചെന്ന് മുകുന്ദന് ഉന്നത വാരണ പുച്ഛം പിടിച്ചിട്ട് ആ നടയൂടെ ചെന്ന് ഭഗവാൻ എന്ത് ചെയ്ത്? അതിൻ്റെ കീഴുകൂടെ ചെന്ന് ആനയുടെ പുറകിൽ ചെന്ന് വാല് പിടിച്ച്, പുച്ഛം, വാലിൻ്റെ പുച്ഛം, വാലിൻ്റെ അറ്റം പിടിച്ചിട്ട്, ഞാൻ ഊഹിച്ച് പറയുന്നതാന്നേ. എന്നിട്ട് പിന്നോക്കി വാങ്ങി വലിച്ച് ഗജത്തെയും അങ്ങനെ പിറന്നോട്ടങ്ങ് വലിച്ച്, വാല് പിടിച്ചങ്ങ് വലിച്ച് പുറന്നോട്ടങ്ങ് വലിച്ചപ്പം അന്നേരമോ 100 വിൽക്കോലകം 100 വിൽക്കോലകം ഗജം പന്നകത്തെ ഗരുഡൻ ഇഴയ്ക്കും പോലെ. ഈ ഗരുഡൻ പന്നകത്തിൻ്റെ ശത്രു, പന്നകം പാമ്പ്, പാമ്പിൻ്റെ ശത്രുവാണ് ഗരുഡൻ ഒരു പാമ്പിനെ കിട്ടിയാൽ വലിച്ചഴയ്ക്കുന്നത് പോലെ എന്ത് ചെയ്തു? ഈ പിന്നോട്ട് അതിൻ്റെ പൃഷ്ഠഭാഗത്തോട്ട് വാല് വലിച്ചോണ്ടങ്ങ് പോയപ്പോൾ ഒരു പാമ്പിനെ ഗരുഡൻ കൊത്തി വലിക്കുന്നത് പോലെ ഈ ആനയുണ്ടല്ലേ ഒത്തിരി ദൂരം 100 വിൽക്കോലകം നീണ്ട് അങ്ങ് ഇഴഞ്ഞ് വലിഞ്ഞങ്ങ് അങ്ങോട്ടങ്ങ് പോയി. അന്നേരമോ 100 വിൽക്കോലകം ഒരു കണക്കാണെന്ന് ഗജം പന്നകത്തെ ഗരുഡൻ ഇഴയ്ക്കും പോലെ ഭഗവാൻ ഈ ആന വാലി പിടിച്ചങ്ങ് ഇഴച്ചു.
എന്നിട്ടോ നന്ദിച്ചു നിന്നു കണ്ടോർ ജനങ്ങളെല്ലാം ഓടി നിൽക്കുകയല്ലേ പേടിച്ചിട്ട്. അത് കണ്ടപ്പം ജനങ്ങളെല്ലാം സന്തോഷിച്ച് നന്ദിച്ച് ഭഗവാനോട് നന്ദി പറയുന്നു. കാരണം ജനങ്ങളെല്ലാം ഭയന്ന് ഓടി. അങ്ങനെ കൊല്ലാനായിട്ട് വന്ന ആനയെ ഇത്രയൊക്കെ ചെയ്യണ്ടേ? അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം നന്ദി ഓർത്ത് കണ്ടോർ ജനങ്ങളും നന്ദാത്മജൻ വാലും വിട്ടു മണ്ടിയിടിനാൻ. കുറേ വലിച്ച് ദൂരട്ടുണ്ട് പോയിട്ട് ഭഗവാൻ അവിടെ വാല് വിട്ടിട്ട് ഓടി. കാരണം ആന ഓടിയില്ലെങ്കിൽ ആന വല്ലതും ചെയ്യത്തില്ലയോ, പിന്നെ ഒളിക്കാൻ സ്ഥലമില്ലല്ലോ. ഈ ആനയുടെ നിൽക്കുവാണെങ്കിലല്ലേ ആനയുടെ വഹത്ത് കയറി ഒളിച്ച് കഴിയും. ഇപ്പോൾ ആന വലിച്ചടിച്ചോണ്ടോ തറ കിടന്ന് ഇഴയുമല്ലയോ, അവിടെ ചാടിപ്പറ എണീക്കുന്നതിന് മുമ്പേ ഭഗവാൻ ഓടി നന്ദാത്മൻ നരകാരി നാരായണം ഏറ്റവും അമർഷമുഴുത്തോടി വാരണം ചീറ്റമോടെ പിടികൂടാൻ ദാമോദരം. അങ്ങനെ ഏറ്റവും അമർഷമുഴുത്തിട്ട് വാരണം എന്ത് ചെയ്ത് ഓടി ചീറ്റമോടെ ഭഗവാനെ പിടിക്കാൻ ദാമോദരൻ ഭഗവാനെ പിടികൂടാൻ ഭൂമിയിൽ വീണതുപോലെ ജഗന്മയൻ. അങ്ങനെ ഓടിപ്പോൾ എന്ത് ചെയ്ത് ആന ഓടി ഭഗവാനെ പിടിക്കാൻ തപ്പം ഭൂമിപതി കിടന്നിടിനാൻ. ഭൂമിയിൽ ചെന്നങ്ങ് ദൂരെയായിട്ട് ഓടി ചെന്നങ്ങ് കമന്നങ്ങ് വീണങ്ങ് കിടക്കും. എന്തിനാണെന്നറിയാമോ? ഈ ആന ഓടി ചെന്ന് ഭഗവാൻ നിന്ന് കൊമ്പുകൊണ്ട് കുത്തിയെടുക്കുന്ന സമയം വരെ ഭഗവാൻ കേട്ട് കുത്താൻ ചെല്ലുമ്പോൾ കാരണം കുത്ത് തറ കൊള്ളുമെന്നാകുമ്പോഴേ അവിടുന്ന് ഉരുണ്ടില്ലെങ്കിൽ എന്തുവരും? ആന കുത്താതെ ഓടത്തില്ലേ. അതുകൊണ്ട് കുത്തുമ്പോൾ ഭൂമിയിൽ ചെന്നങ്ങ് കുഴിഞ്ഞ് നിൽക്കുമല്ലോ കൊമ്പ്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്ത് ആന കുനിഞ്ഞ് കുത്തുമെന്ന് പറയുമ്പോൾ ഭഗവാൻ അവിടെ ഒരൊറ്റ ഉരുളക്കങ്ങ് ഉരുണ്ട് കറങ്ങി അങ്ങ് പോകും. അതുകൊണ്ട് ഭൂമിപതി ഭഗവാനെയാണ് ഭൂമിപതി, ഭൂമിയുടെ ഭർത്താവ് ദേവി. അത് ഭൂമിദേവിയുടെ ഭർത്താവാണ് കൃഷ്ണൻ. അതിന് ഭൂമിപതി എന്ന് വെച്ചാൽ കൃഷ്ണൻ എന്നർത്ഥം. അപ്പം ഭഗവാൻ ഇടുന്നാൻ ഭൂമിയിൽ ചെന്ന് കിടന്നിട്ട് ഘോരനാം കുമ്പി ആന ഘോരനാം കുമ്പി കുതർന്ന് കുത്തിയിടിനാൻ നാരായണന് ഉരുണ്ടു മണ്ടിയിടിനാൻ. അപ്പോൾ ഘോരനായിരിക്കുന്ന ഈ ആന കുമ്പി കുതർന്ന് ഭൂമിയിലേക്ക് കുത്തിയെടുത്ത് കണ്ണനെ എടുത്തെറിയണം. അതിനുവേണ്ടി കുത്താനായിട്ട് ചെല്ലുന്നതിന് ഭഗവാൻ ഒരൊറ്റ ഉരുളക്കം. ഇവൻ്റെ കുത്തവിടെ കൊണ്ട് മണ്ണിൽ. നാരായണനും എന്ത് ചെയ്ത് ഉരുണ്ടിട്ട് അങ്ങ് എണ്ണിട്ട് ഓടി. ഭൂമിയിൽ ആണ്ടോര് കൊമ്പെടുത്തിടുവാൻ ആമയം പൂണ്ടു വലഞ്ഞു ഗജേന്ദ്രനും കുത്തിയങ്ങ് ഇറക്കിയില്ലേ ഈ ഭൂമിയിലേക്ക്. അത് ഭഗവാന്റെ പുറത്തുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഭൂമിയിൽ ആണ്ടോര് കൊമ്പ് രണ്ടും ഭൂമിയിൽ അടിയിലേക്ക് ആണ്ടിറങ്ങിപ്പോയി. അത് തിരിച്ചെടുക്കാൻ ആമയം പൂണ്ട് അതിഭയങ്കരമായ വിഷമം. അത് തിരിച്ചെടുക്കാൻ വലഞ്ഞു ഗജേന്ദ്രനും. മേദിനി വല്ലഭൻ താൻ വരുവോളവും ഖേദിക്ക വാരണമെന്ന് പിടിക്കയോ. അപ്പം മേദിനി ഭൂമി വല്ലഭൻ ഭഗവാൻ താൻ വരുവോളവും ഖേദിക്ക വാരണമെന്ന്. ഇനി ഊരിയെടുക്കാൻ ഭഗവാൻ തിരിച്ചു വന്നെങ്കിലേ ഇവന് ഊരാൻ പറ്റും. അവർ വീരസ്യം വരണ്ടേ, അത് തന്നെയായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ആന താഴേക്ക് അമർത്തിയത് മേദിനി വല്ലഭൻ ഭഗവാൻ വരുവോളവും ഖേദിക്ക വാരണമെന്ന്. ഈ ആന ഖേദിക്കുകയാണ്. കാരണം തിരിച്ചെടുക്കാൻ പറ്റാത്തണക്ക് അങ്ങ് താണുപോയി കൊമ്പ്. അതുകൊണ്ട് വാരണമെന്ന് പിടിക്കയോ. ഏറ്റം പണിപ്പെട്ട് കൊമ്പും പറിച്ചവൻ ചീറ്റമോടെ മുകുന്ദൻ തന്നോട് ഏശിനാൻ. എന്നിട്ട് ഏറ്റവും പണിപ്പെട്ട് ഭഗവാന്റെ കൂടെ ഓടണ്ടേ, പണിപ്പെട്ട് കൊമ്പെല്ലാം പറിച്ച് എടുത്തിട്ട് ചീറ്റമോടെ വീണ്ടും മുകുന്ദനോട് ചെന്ന് ഏറ്റുപിടിക്കാൻ പോയി. മല്ലക്കരം കൊണ്ട് ഹസ്തിതൻ മസ്തകേ. മല്ലക്കരം വെച്ചാൽ ഭംഗിയുള്ള കൈ കൊണ്ട്, നല്ല സുന്ദരമായ കൈയല്ലേ ഭഗവാന്റെ കയ്യ്. അങ്ങനെയുള്ള കൈ കൊണ്ട് ഹസ്തി തൻ മസ്തകെ. ഹസ്തി എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഹസ്തം കൈയാണ്. ഹസ്തി എന്ന് വെച്ചാൽ ആനയെ പറയും. ആനയുടെ മസ്തകത്തിൽ ഭഗവാന്റെ കൈ കൊണ്ട് മസ്തകത്തിൽ മല്ല വിലോചനം താടിച്ചു. പിന്നെയും നല്ല സുന്ദരമായ കൈകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആനയുടെ തലയ്ക്ക് മസ്തകത്തിൽ നന്നായി അടിച്ചു. പിന്നെയും തല്ലുകൊണ്ടേറ്റവും തളർന്നു കുംഭീന്ദ്രനും അല്ലലോടേറ്റവും അലറി. അടി കൊണ്ടപ്പം തളർന്ന് നല്ല വർമ്മമൊക്കെ ഭഗവാൻ അറിഞ്ഞൂടെ, അങ്ങോട്ട് തൊട്ടാൽ പോരെ. അതുകൊണ്ട് തല്ല് കൊണ്ടപ്പം തളർന്ന് ഈ കുംഭീന്ദ്രൻ ആന അല്ലലോട് വിഷമിച്ച് ഏറ്റവും അലറിയിട്ട് എന്ത് ചെയ്തു? മൂത്രമലമെല്ലാം സ്രവിച്ചു, ദ്വാരങ്ങൾ തുറന്നിതു. മൂത്രവും മരമൊക്കെ ഒന്നിച്ച് തന്നെ ഇങ്ങ് പോയി. തളർന്ന് ശരീരം കൊണ്ട് തളർന്ന് അടി കൊണ്ടപ്പോൾ വർമ്മത്തകണമായിരിക്കും. ഭഗവാൻ എന്താ അറിയാത്തത്? ഭഗവാൻ എല്ലാം അറിയില്ലയോ? അവൻ എല്ലാം സ്രവിച്ചു. എന്താ പറയുക, ദ്വാരങ്ങൾ തുറന്നത്. കൊല്ലുവനെന്ന് ഉറച്ചൻപോട് മാധവൻ തുമ്പിക്കരം പിടിച്ചൻപോട് ഭൂമിയിൽ കുമ്പിടിപ്പിച്ച് സമയം പോയി. 40 ഞാൻ 30 വിചാരിച്ച് കുമ്പിടിപ്പിച്ച് അവനെ കൊണ്ട് തറയിലേക്ക് കുമ്പിടിപ്പിച്ച് ഈ ആനയെ. അവന് മരിക്കാറായങ്ങൾ ഭഗവാൻ എന്ത് ചെയ്യും? തുമ്പിക്കരമൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് ഭൂമിയിൽ കുമ്പിടിപ്പിച്ച് അവനെ കൊണ്ട്. എന്നിട്ട് വൻ കൊമ്പുകൾ രണ്ടിനെ ഹസ്തങ്ങൾ കൊണ്ട് പിടിച്ച് വലിച്ച്, ഭഗവാന്റെ കൈ കൊണ്ട് പിടിച്ച് വലിച്ച് മസ്തകത്തിന്മേൽ ചവിട്ടി. മസ്തകത്തിലൊരു ചവിട്ട് കൊണ്ടിട്ട് അങ്ങോട്ട് തള്ളിയിട്ട് ഇങ്ങോട്ട് കൈ കൊണ്ട് കൊമ്പ് പിടിച്ച് വലിച്ച്
ചവിട്ടിപ്പറിച്ച് മസ്തകത്തിൽ ചവിട്ടി തള്ളുമ്പോൾ കൈകൊണ്ട് ഇങ്ങോട്ടും പിടിക്കുമ്പോൾ കൊമ്പ് ഉരിഞ്ഞു വന്നു. ഹസ്തങ്ങൾ കൊണ്ട് ഭഗവാന്റെ കൈകൾ കൊണ്ട് പിടിച്ച് വലിച്ചുടൻ മസ്തകത്തിന്മേൽ ചവിട്ടി പറിച്ചപ്പോൾ അന്തകൻ വീട് പൊക്ക് ഗജശ്രേഷ്ഠനും. അന്തകൻ ചേർന്ന് കാലൻ, അന്തകൻ കാലൻ്റെ വീട്ടിലേക്ക് ഗജൻ പോയി. കാലപുരിക്ക് അന്തകൻ്റെ വീട്ടിലേക്ക് തന്നെ വീട് പൊക്ക് ഗജശ്രേഷ്ഠനും. എന്നിട്ട് ദന്തിയെ പാലിച്ചു പോരുന്ന ദുഷ്ടരെ ദന്തത്താൽ പ്രഹരിച്ചൊടുക്കിനാൻ. ഈ അവിടെയുള്ള ദുഷ്ടന്മാരെയൊക്കെ ദന്തത്താൽ, ആനയുടെ കൊമ്പ് കൊണ്ട് തന്നെ പ്രഹരിച്ച് എല്ലാ ദുഷ്ടന്മാരെയും അങ്ങ് ഒടുക്കി. ദന്തിതൻ കൊമ്പ് ഒന്ന് രാമന് നൽകി ഞാൻ ചന്തമായി ഒന്ന് തൻ തോളിൽ വെച്ച്. അങ്ങനെ സമയം ഒത്തിരി പോയി മക്കളെ. ദന്തിയുടെ ഒരു കൊമ്പ് രാമനും കൊടുത്ത്, ഒരു കൊമ്പ് ഭഗവാനെ തോളിൽ വെച്ചങ്ങനെ സന്തോഷമായിട്ട്. നമുക്ക് ബാക്കി ഇതോടെ ചേർത്ത് പിന്നെ വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.